നടൻ ദിലീപ് കുറ്റവിമുക്തനായെങ്കിലും നടിയെ ആക്രമിച്ച കേസിലെ വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. കേസിൽ വാദിഭാഗം അപ്പീൽ പോകുമോ ഇല്ലയോ എന്ന കാത്തിരിപ്പ് തുടരുന്നതിനിടയിൽ കോടതി മുൻപാകെ ദിലീപിന്റെ മുൻ ഭാര്യ കൂടിയായ നടി മഞ്ജു വാര്യർ, ഭാര്യ കാവ്യ മാധവൻ എന്നിവർ നൽകിയ മൊഴി ഇപ്പോൾ ഇതാ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് ദിലീപ്, കാവ്യ മാധവൻ, ആക്രമിക്കപ്പെട്ട നടി എന്നിവർ നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്നവരും ഒന്നിച്ച് പ്രവർത്തിച്ചവരുമാണ്. ദിലീപ്, കാവ്യ മാധവൻ വിവാഹം നടന്നത് 2016-ലും കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2017-ലുമാണ്. ദിലീപിനെതിരെ കേസ് തിരിയുവാനുണ്ടായ കാരണമായി നടന് കാവ്യയുമായുള്ള അടുപ്പം മഞ്ജു വാര്യർ അറിയുവാൻ കാരണക്കാരി ആക്രമിക്കപ്പെട്ട നടി എന്ന ധാരണയിൽ നിന്നുമായിരുന്നു എന്നാണ് പ്രധാന ആരോപണം. ദിലീപിന്റെ പഴയ ഫോൺ പരതിയ മഞ്ജു കാവ്യയുടെ സന്ദേശങ്ങൾ കാണാൻ ഇടയായി എന്നും തുടർന്ന് കൂട്ടുകാരികളായ ഗീതു മോഹൻദാസ്, സംയുക്ത വർമ്മ എന്നിവർക്കൊപ്പം നടിയുടെ വീട്ടിലെത്തി ഈ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയെന്നും മഞ്ജുവിന്റെ മൊഴിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അവതരിപ്പിക്കാതെ കോടതിയിൽ പറഞ്ഞ ഈ മൊഴി കോടതി വിശ്വാസയോഗ്യമായി കണ്ടില്ല. ഇപ്പോൾ കാവ്യ മാധവന്റെ മൊഴിയിലെ ചില പ്രധാന പോയിന്റുകളാണ് ശ്രദ്ധ നേടുന്നത്. അമേരിക്കയിൽ നടന്ന സ്റ്റേജ് പരിപാടിയിൽ പങ്കെടുക്കുവാൻ പോയ സാഹചര്യത്തിൽ ദിലീപ് കാവ്യ മാധവനൊപ്പം മുറിയിലുണ്ടായിരുന്നു എന്ന വിവരം ആക്രമിക്കപ്പെട്ട നടിയാണ് മഞ്ജു വാര്യരെ അറിയിച്ചതെന്നും ഇതേ തുടർന്ന് ദിലീപും മഞ്ജുവും തമ്മിലെ വിവാഹമോചനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളതുമാണ് പ്രധാന ആരോപണം. ഈ വൈരാഗ്യം ആക്രമണത്തിലേക്ക് എത്തിച്ചു എന്നുമാണ് പ്രധാനമായ വാദ്യഭാഗം. ഈ കേസ് 9 വർഷത്തോളം നീണ്ട ശേഷമാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നത്. ഹോട്ടൽ മുറിയിൽ വന്ന കാര്യത്തെക്കുറിച്ച് കാവ്യ പറയുന്ന വാദം ഇങ്ങനെ: വിദേശത്തെ ഹോട്ടലിൽ ചിലപ്പോഴെല്ലാം കാവ്യ ഉറങ്ങാറുണ്ടായിരുന്നത് നടിയും ഭാമയും ഉണ്ടായിരുന്ന മുറിയിലായിരുന്നു. അല്ലാതെ ദിലീപ് അവരുടെ മുറിയിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ദിലീപ് മുറിയിൽ വന്നിട്ടേയില്ല എന്നും കാവ്യ പറഞ്ഞിട്ടില്ല. ദിലീപ് മുറിയിൽ വരുമായിരുന്നു. അത് ഷോയുടെ ക്യാപ്റ്റൻ എന്ന നിലയിലാണ്. വന്നപ്പോഴെല്ലാം പരിപാടിയുമായി ബന്ധപ്പെട്ട യാത്രകളെക്കുറിച്ചോ പിറ്റേന്ന് നടക്കുവാൻ പോകുന്ന പരിപാടിയുടെ ചാർട്ടിനെ സംബന്ധിച്ചോ ചർച്ചകൾ നടന്നിരുന്നു. മുറിയിൽ വരുമ്പോൾ താൻ തനിച്ചല്ല, മറ്റു നടിമാരും കൂടെ ഉണ്ടായിരുന്നു എന്നും കാവ്യ മാധവൻ പറയുന്നു. 2016 നവംബർ 25-നായിരുന്നു ദിലീപ് കാവ്യ മാധവൻ വിവാഹം. തൊട്ടടുത്ത വർഷം ഫെബ്രുവരി മാസത്തിൽ നടി ഓടുന്ന കാറിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. 2016-17 കാലഘട്ടത്തിൽ ദിലീപും കാവ്യ മാധവനും തമ്മിൽ 710 ഫോൺ കോളുകൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെയും ദിലീപിന്റെ വിവാഹം ഈ കാലഘട്ടത്തിൽ ഉറപ്പിച്ചിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായി വിളിക്കുമായിരുന്നു എന്നാണ് കാവ്യ പറഞ്ഞത്. എന്നാൽ വിവാഹത്തിന് ഒരാഴ്ച മുൻപ് ദിലീപും കുടുംബവും വിവാഹാലോചനയുമായി വീട്ടിൽ വന്നുവെന്നും പെട്ടെന്ന് തന്നെ കല്യാണം നടന്നുവെന്നും കാവ്യ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നു. സ്കൈപ്പ് വഴിയുള്ള ചാറ്റുകൾ എന്തായിരുന്നുവെന്ന് ഓർമ്മയില്ല എന്നും കാവ്യ പറയുന്നു. കാവ്യ മാധവൻ ഫോൺ നമ്പർ മാറ്റിയിരുന്നു എന്ന ചോദ്യത്തിന് താൻ സെലിബ്രിറ്റി ആയതിനാൽ ഒരേ ഫോൺ നമ്പർ സ്ഥിരമായി സൂക്ഷിക്കാറില്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം. എന്തായാലും ദിലീപ് കുറ്റവിമുക്തനായെങ്കിലും അപ്പീലിലേക്ക് പോകുവാനുള്ള ആലോചനയിലാണ് സർക്കാരും അതിജീവിതയും. മുന്നോട്ടുള്ള യാത്രകളിൽ ദിലീപ് വീണ്ടും കുറ്റം ആരോപിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുമോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകം. ഈ സാഹചര്യത്തിനിടയിലാണ് ഇപ്പോൾ ദിലീപിന്റെ പുതിയ ചിത്രം റിലീസ് ചെയ്യുന്നത്. ദിലീപും മോഹൻലാലും ചേർന്ന് അവതരിപ്പിക്കുന്ന പുതിയ സിനിമയുടെ റിവ്യൂവും ഈ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയാകുന്നുണ്ട്. സിനിമ 100 ദിവസം ഓടുകയാണെങ്കിൽ ദിലീപിന്റെ തിരിച്ചുവരവായിരിക്കും ഈ സിനിമയിലൂടെ സംഭവിക്കുക. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ഊർജ്ജസ്വലനായ ക്യാരക്ടറായിട്ടാണ് ഈ സിനിമയിൽ ദിലീപ് എത്തിയിരിക്കുന്നത്. എന്തായാലും ജനപ്രിയ നായകൻ വീണ്ടും ജനങ്ങൾക്കിടയിൽ സജീവമാകുമോ എന്നൊരു വലിയ ചോദ്യവും ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24 മലയാളം.